അനു ചേച്ചി, ഇപ്പൊ ഐക്കോണിക് പെയർ റൗണ്ട് കഴിഞ്ഞപ്പോ നമ്മൾ ഡുവറ്റ്സിനെ പറ്റി സംസാരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കാം. ഒരുപാട് ഉണ്ടാവും, പക്ഷെ വൺ ഓഫ് ദ ബെസ്റ്റ് റെക്കോർഡിംഗ് സെഷൻ ഏതായിരുന്നു ഡുവറ്റ് പാടിയപ്പോ ചേച്ചിയുടെ? ഒരുമിച്ച് പാടിയത് കുറച്ച് കുറവാണ് കേട്ടോ. ബിക്കോസ് ഐ തിങ്ക് ഞാൻ വന്ന കാലഘട്ടത്തില് ഒരു ഓൾമോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ലേ പാടുന്നത് എന്റെ പോർഷൻ. പക്ഷെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പാടുന്നത് ഇവർ പറഞ്ഞു അല്ലേ ഒരു നല്ലൊരു മത്സരമായിരിക്കും എന്ന്. അപ്പോ ഈ ഹരിജി പാടുന്ന പാട്ടല്ലേ, ഹരിജി കേക്കണ്ട, ഒരു കിലോ കണക്കില് അവര് സംഗതി ഇവിടെ എവിടെ ഇടുമല്ലേ. അപ്പൊ നമ്മള് ഫസ്റ്റ് പാടിയാ ഇത് പ്രശ്നമാവും. ബിക്കോസ് നമ്മൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എന്തെങ്കിലും പാടി വെച്ചിട്ട് പോയാലോ, പിന്നെ അവര് അതിന്റെ മുഴുവൻ ഇവിടെ അവിടെ ഇട്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു പാട്ട് വന്നു. അപ്പോ ദേവാ സാർ മ്യൂസിക്കിലായിരുന്നു, അത് ഒരു കാനഡ രാഗത്തിൽ എന്തോ ഇരുന്നു. അപ്പൊ ഞാൻ ആദ്യം പാടി, പിന്നെ ഞാൻ പാട്ട് പോർഷൻ തീർന്നു. പിന്നെ ഞാൻ ദേവാ സാറോട് പറഞ്ഞു, എനിക്ക് പ്ലീസ് ഒരു 3 ടേക്ക് തരണേ ആ പാട്ട് ഇട്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്ന സ്ഥലം മുഴുക്കൻ ഞാൻ ഫില്ലപ്പ് ചെയ്ത് വെക്കാം, വേണമെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട എടുത്തോ, പക്ഷെ ഇതൊന്ന് ഫില്ലപ്പ്. ബിക്കോസ് എനിക്ക് ഹരിജി ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, ഹരി ഗസൽസും. പിന്നെ നമുക്കറിയാം എവിടെ ഇവര് ഫില്ലപ്പ് ചെയ്യും, പിന്നെ എവിടെ ഓവർലാപ്പ് വരും, പിന്നെ അവർ പാടുന്ന സ്ഥലത്ത് ആ ട്യൂണും ഞാൻ പഠിച്ച അതിന്റെ മേളിൽ എന്ത് പാടാം, ഇങ്ങനെയൊക്കെ മുഴുവൻ പാടി വെച്ചു. പിന്നെ അവർ ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഞാൻ പാടി വെച്ചു അല്ലേ. അപ്പൊ ഫൈനൽ ടേക്കില് ഞാൻ പാടിയതും പല കാര്യങ്ങളെല്ലാം വന്നു. സോ അത് അങ്ങനെ ബുദ്ധിപൂർവ്വം നേരത്തെ നീങ്ങി. അത് നന്നായി. പക്ഷെ ഐ തിങ്ക് ഞാനും ഉണ്ണികൃഷ്ണൻ ഒരു പ്രാവശ്യം രാജാ സാറിന് പാടി, ഈ റോജാ പൂന്തോട്ടം ഞാൻ പാടിയല്ലേ. അപ്പോ ഞങ്ങൾ പാടിയത് അത് എന്ന് വെച്ചാ രാജാ സാർ ഒരു ടേക്ക് ഓക്കെ ചെയ്യുന്നത് തന്നെ ഡിഫിക്കൾട്ടാണ്. പക്ഷെ ഈ ഉണ്ണിയേട്ടനിലെ സത്യസന്ധനാണ്. അപ്പൊ ഈ പാട്ട് പാടി ചിലപ്പോ ഇങ്ങനെ അവര് തന്നെ പറയും ഓക്കെ, ഇപ്പൊ ഉണ്ണി സാർ റിയലി ഓക്കെ അങ്ങനെ 2 പ്രാവശ്യം കേട്ടാ അവര് ഓക്കെ വീണ്ടും പാടുന്ന് പറയും. അവര് പാടിയാൽ ഞാനും പാടണല്ലേ, പോയിക്കൊണ്ടിരിക്കും അത്. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം അവർ ഓക്കെ എന്ന് പറയുമ്പോ എന്തെങ്കിലും ചെയ്താലും അങ്ങനെ ഞാൻ മിരട്ടി പാടി. അപ്പൊ ചിലപ്പോ അങ്ങനെ വെരി ക്യൂട്ട് സിറ്റുവേഷൻസ് ആണ്. അപ്പൊ ഒരു പാട്ടുകാരനെ പേടിപ്പിച്ചു. അതെ, ഒരു ഹരിഹരൻ എന്ന് പറഞ്ഞൊരു സിംഹ പാട്ടുകാരന് നേരെ കരുക്കൾ നീക്കി. വെരി വെരി ക്രൂര പാട്ടുകാരൻ. അതൊരു ബ്രില്യന്റ് മൂവ് ആണത്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത പെർഫോമൻസിലേക്ക്. അടുത്തത് രാഗ ബേസ്ഡ് ആണ്. പാടാൻ വരും. ഓക്കെ, പാടാൻ വരുന്നു മെബൂട്ടൻ. സോ ലെറ്റ്സ് വെൽക്കം മെബിൻ. നീലക്കടക്കണ്ണിൽ മീനോ ഇളമാനോ
അടിപൊളിയായിരുന്നടാ. താങ്ക് യു. എന്ത് രസമായിരുന്നു നീ പാടുന്നത് കേൾക്കാൻ. Thank you. ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ശരത് സാറിന് ഗൂസ് ബംസ് ഒക്കെ വന്നു. എല്ലാം വന്നു. ആകെപ്പാടെ പ്രശ്നമായിരുന്നു ഈ പാട്ട്. ആണല്ലേ? എന്നാ പിന്നെ ശരത് സാറോട് ഒന്ന് ചോദിക്കാം. സാർ മെബൂട്ടാ, എന്താ സർ? ബ്യൂട്ടിഫുൾ സോങ്. നീ ഉഗ്രായിട്ട് പാടി. താങ്ക് യു സർ. മോനെ എനിക്ക് ഒരു ചെറിയ 2-3 സ്ഥലങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നാ മതി. മീനോ കഴിഞ്ഞിട്ടൊരു ഒരു സംഗതി കണക്ട് ചെയ്യുന്നില്ലേ? ആദ്യത്തെ മോനെ, ആദ്യത്തെ പാടി. വാലിട്ടെഴുതിയ നീന വാലിട്ടെഴുതി, അത് ഉണ്ട് കേട്ടോ, അത് പാടിക്കണം. നീന വാലിട്ടെഴുതിയ. ആ സൂപ്പർ 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 സൂപ്പർ, അടിപൊളി. പിന്നെ പീലി വീശി ആടും മാമയിലോ അതിന്റെ പീലി വീശിയാടും മാമയിലോ. മതിലോ, പ്ലെയിൻ ആയിട്ട് പാടിക്കോ മോനെ. മാമയിലോ മതി, അത് ലോ അല്ലേ? മാമയിലോ, അതാ ലോ. പിന്നെ മോനെ ഈ ഇല്ലം നിറ 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 ഇല്ലം നിറ 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 വല്ല നിറം നീ, ആ ഗായന നിറം നീറ നിറ നിറ വല്ലം നിറ. ആ അത്ര മതി കേട്ടോ. അത് മറ്റേ തെറ്റല്ല, അതും ഈ രാഗത്തിലുള്ളതാണ്. ഇല്ലം നിറ 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 എന്ന് പാടാം, നിറ നിറ എന്ന് പാടാം കേട്ടോ. അത് ഈ രാഗത്തിലുള്ള, പക്ഷെ അതല്ല രാജാ സാറ് ചെയ്ത നിറ നിറ വല്ലം നിറ. മനസ്സിലാമോന്? ആ അത്രേ ഉള്ളൂ, വേറെ എന്ത് പറയാ. ഏതാ രാഗം? ഹംസധ്വനി. അതങ്ങ് മറന്നു കേട്ടോ. ഞാനും ചോദിക്കാൻ പറഞ്ഞേ പാട്ട്. പക്ഷെ അത് സാധാരണ നീ അത് ചോദിക്കുന്നത്, ചോദിക്കണതാ. നീയാണ് അതിന്റെ അതോറിറ്റി. അപ്പൊ അത് ചോദിക്കാൻ വിട്ടുപോയി. മക്കളെ, ഈ രാഗത്തിനുള്ള ഒരു ഗുണം എന്താന്ന് പറയാ, വളരെ പ്ലസന്റ് ആണ്. ഒരു പ്രകാശമാണ്. കുറ്റാക്കുറ്റ് ഇരുട്ടത്തിരുന്ന് മോൻ പാടിയാലും അവിടെ വെളിച്ചം വരും. അതുകൊണ്ട് കള്ളന്മാർക്കൊന്നും ഈ രാഗം ഇഷ്ടമേ അല്ല. വേറെ ഏതൊക്കെ പാട്ട് അറിയാം മെബു ഈ രാഗത്തിൽ? സാറിന്റെ പാട്ട് മായാമഞ്ചലിൽ, മാനദാരിൽ എന്നും പൊൻകിനാവ്. ഇത് ഞാൻ ഇവിടെ പാടിയിട്ടുണ്ട് മോനെ. എന്റെ പാടി ആ രാഗം ആദ്യത്തെ ക്ഷണക്കത്തില് ഇത് ഹംസധ്വനി മനസ്സിലാകണം. ഒറ്റ ലൈൻ പാടുമ്പോഴെന്ന് വിചാരിച്ച് ചെയ്ത ആ പാട്ട് കേട്ടോ. അത് ചുമ്മാ കിടക്കട്ടടാ. അപ്പം മക്കളെ, ഒരു എന്താ പറയണ്ട, ഒരു കുറേ സന്തോഷമായിടാ മനസ്സിൽ. അത് നിങ്ങളൊക്കെ ഇങ്ങനെ പാടുമ്പോൾ, അത് പ്രത്യേകിച്ച് ഇങ്ങനൊരു കോമ്പസിഷൻ, അത് ആ കുഞ്ഞ് ഉഗ്രായിട്ട് പാടി. ഫാനേ, മക്കൾ നന്നായിട്ട് പാടി കേട്ടോ. അത് പ്രത്യേകിച്ച് ആ ഒരു ആ ചരണത്തിലേക്കുള്ള ഒരു കണക്ട്, ബ്രിഡ്ജിങ് വണ്ടർഫുൾ. ആ മുകളിൽ മാത്രം ഇച്ചിരി കൂടെ ശരിയാക്കാമായിരുന്നു. പക്ഷെ പോട്ടെ, ഞാൻ ക്ഷമിച്ച്, നീ ഫാനായതുകൊണ്ട് കേട്ടോ. പക്ഷെ മോളെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മോളെ, അസാധ്യമായിട്ട് പാടി. പിന്നെ കുറേ സന്തോഷം മക്കളെ, കുറേ സന്തോഷം. മനസ്സ് നിറഞ്ഞ് കവിഞ്ഞു. എനിക്ക് ഈ അത് കണ്ട് കുഞ്ഞ് പാടിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഗൂസ് ബംസ്. കാര്യം ആ കണക്ട് എന്ത് ബ്യൂട്ടിഫുള്ളി ആണ് അതിനെ കണക്ട് ചെയ്തേക്കുന്നത്. അയ്യോ, പറഞ്ഞറിയിക്കാൻ വയ്യ, അസാധ്യം. ഇതിൽ കീർത്തനം വല്ലതും അറിയാമോ കുഞ്ഞിന്? വാതാമ്പി ഗണപതി. വാതാമ്പി അല്ലേ? വാതാപി അല്ല, വാതാപി വാതാപി ഗണപതി. വാതാപി ഗണപതി. ഗണപതി. കാര്യം ഇതില് എന്നൊക്കെ വാതാപി പറഞ്ഞോണ്ട് ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റെ ഗുരുനാഥൻ ഒരു ചിട്ടസ്വരം സെറ്റ് ചെയ്തിട്ടുണ്ട് വാതാപിക്ക്. ഗപഗവനി പഗരീഗ സരി ഗരി സനി ഗരി സനി പാനി സരി സരി പഗപഗവനി പഗരീഗ സരി ഗരി സനി ഗരി സനി പാനി സരി സരി പഗവനി പനി സരി ഗരി രി സനി രി സനി സദ പപ സദ പപ നി സരി വാദാപി ഗണപതിം ഭജേയം വാരണാസ്യം വരപ്രദം ശ്രീ വാദാപി ഗണപതിം ഭജേ അഹം ഭജേ അഹം. ഓ സൂപ്പർ. താങ്ക് യു മുത്തേ. താങ്ക് യു ശരത് സർ. ഷാനിക. മെബിൻ, എന്താ സർ? അസാധ്യമായിട്ട് പാടിയടാ. താങ്ക് യു സർ. ആകെ ഈ പറയുന്ന പോലെ നമ്മളതിനെ കുറ്റമൊന്നും പറയുന്നില്ല. ആ ഒരു ലോറി മാമയിലോ, അത് മാമയിലോ എല്ലായിടത്തും ആ ലോ ഒന്ന് ഇതാക്കിയിട്ടാണ്. ബാക്കി അതർവൈസ് ഇത് ഈ പാട്ട് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അജാതി കമ്പോസിഷനാണ്. എന്തൊരു രസമുള്ള പാട്ട്. ഹൗ 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 ഹൗ
ഉഗ്രം പാട്ട്. അനുപല്ലവിയുടെ എൻ്റെ ഉണ്ടല്ലോ ഇതിലേക്ക് കേറുന്നത് പല്ലവിയിലേക്ക്. എടാ ഒന്ന് പാടിത്തരടാ, ഒന്നുകൂടി ഒന്ന് കേക്കട്ടെ. തുമ്പിലകൾ പിന്നി നീ കുമ്പിളുകൾ തുന്നുമോ നാൾ തോറും മാറ്റേറും മീയോമൽ പെണ്ണിന്റെ യൗവനവും പൊതിഞ്ഞൊരുങ്ങുവാൻ പാലിക്കടക്കണ്ണിൽ വീണോ ഷാനിക്ക ഇവൻ ഇതിന്റെ നൊട്ടേഷൻസ് പാടും ഈ പാട്ടിന്റെ. ആണോ? ആ ഓ കേൾപ്പിക്കേ. నిసరి సని పా సాని పగ నిసరి సని పా సాని పగ సరి గరి సరి గరి సరి గరి సరి గ పగరి సా ടം 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 ടം. స 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 నిసరి గరి స స నిసరి గరి ഓ ഇനി ഉണ്ടാ. ని స స స ని స గ స ని స ని స రి స ని స స ഓക്കെ. ని స స స ని స గ రి 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 గ రి ని స ని పా ని ప గ ప ని స స స ని స రి స ని స స స ని స స స ని స గ రి 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 స రి స ని స రి గ రి రి స రి స ని స రి గ రి రి ని పా ని 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 స రి ని ని పా 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 ని స రి గ గ గ గ గ రి రి ని ని పా ప గ గ రి ഗ പ നി സ രി സ ആ സ ബല 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 ബല. ബലടാ ബല ബല ബല. സൂപ്പർ. അമേസിംഗ്. ഞാൻ എന്റെ സൂപ്പർ, വാക്കുകൾ സൂപ്പർ, സൂപ്പർ. അവസാനിപ്പിക്കുന്നു. നന്ദി മോനെ, നമസ്കാരം. നി സ സ സ നി സ രി സ നി സ സ സ അതേ പാടുള്ളൂ കേട്ടോ. സ ഇത് വലിച്ചൂടാ. ഷഡ്ജം പഞ്ചമം അചഞ്ചല സ്വരങ്ങളാണ്. അത് നമ്മൾ ആട്ടിയേ ചെയ്യരുത് കേട്ടോ. അത് ഞാൻ ഒന്നൊന്ന് പറഞ്ഞേ ഉള്ളൂ. അതിന്റെ ട്യൂൺ അതാണ് കേട്ടോ. Nice. ബട്ട് ഗുഡ് ഗുഡ് മോനെ. വെരി ഗുഡ് Super, വെരി super, ഗുഡ്. super. Okay, thank you ഷാനിക്ക. ചേച്ചി മെബിൻ എന്തോ മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് ആണ്. ഔട്ട് ഓഫ് ദിസ് വേൾഡ് പെർഫോമൻസ് ആണ് കേട്ടോ. താങ്ക് യു മാം. ഈ പാട്ട് അത് എന്ന് വെച്ചാൽ വളരെ കാഷ്വൽ ആയിട്ട് പാടി. അത്ര ഇത് അവരിപ്പോൾ സ്വരത്തിൽ പാടിയല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്ലാസിക്കൽ ബേസ്ഡ് പാട്ടുകൾ പാടുമ്പം അത് പാട്ടിൻ്റെ രാഗം നമുക്ക് മനസ്സിലായ വളരെ ഈസി അല്ലേ. അപ്പോൾ കുറച്ചുകൂടി ഈസി ആവും. വളരെയല്ല, കുറച്ച് ഡെഫിനറ്റ്ലി ഈസി ആവും. അപ്പോൾ ഈ കർണാട്ടിക്കിനെ പോലെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാവരും സൗത്തിലല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ടീച്ചറോട് ഈ ബേസിക്സ് സരളി വരസ, ജൻറ്റ വരസ, പിന്നെ ധാതു വരസ ഇതൊക്കെ പഠിച്ചിട്ട് പല രാഗങ്ങൾ 72 മേളകർത്ത ഉണ്ട്. അത് പിന്നെ ഈ ഔഡവ ഷാഡവ രാഗസ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ എക്സസൈസസ് ചെയ്യുമ്പം ഇങ്ങനത്തെ പാട്ടുകൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദീസ് സോങ്സ്. ഇത് മാത്രമല്ല, വേറെ ഏത് പാട്ടായാലും നമുക്ക് ഈസിലി മനസ്സിലാക്കാം. അപ്പോൾ മെബിൻ അസാധ്യമായിട്ട് പാടി കേട്ടോ. ഈ സ്വരത്തിൽ നല്ല നല്ല ഗ്രിപ്പാണ് സ്വരത്തിൽ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ റിപ്പീറ്റഡ് നോട്ട്സ് വരുമ്പോൾ എപ്പോഴും അത് കുറച്ചൊന്ന് ഫ്ലാറ്റ് ആവും. നമ്മൾ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ എൻഡിൽ കുറച്ച് ഒരു വീക്ക് ആവില്ലേ. അപ്പോൾ ഓരോ പ്രാവശ്യം ആ സാ കറക്റ്റായിട്ട് അവിടെ പോകുന്നത് ഇതൊക്കെ മെബിൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് യു. അമേസിങ് ഇമ്പ്രൂവ്മെന്റ് ആണ് കേട്ടോ. യു കീപ്പ് ഇറ്റ് അപ്പ്. ആൻഡ് വളരെ ഈസി ആയിട്ട് എന്താ പറയുക, വളരെ കാഷ്വൽ ആയിട്ട് പാടുന്നു. അങ്ങനെ ഇത്രയും പാടിയിട്ട് ഒന്നുമില്ല അങ്ങനെ തോന്നി. അപ്പോൾ അതാണ് ഒരു സാധകന്റെ ഒരു എന്ത് പറയാം, ദ ബെസ്റ്റ് ഡെലിവറി ഓഫ് എ സോങ്. അതങ്ങനെയാണ്. ഒരു ഏറ്റവും ഡിഫിക്കൽട്ട് സോങ് നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. അത് ബിക്കോസ് ഓഫ് യുവർ ഹാർഡ് വർക്ക്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഫൈനൽസിൽ മെബിൻ കാണണം തീർച്ചയായിട്ടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. മെബു എന്തോ മാർക്സ് വെക്കാം. ചോദിക്കാം. ഓക്കെ, ശരത് സർ യെസ്. മാർക്ക്. മാർക്ക് ഈ ചെക്കൻ അവിടെ ഇവിടെ ഒക്കെ കുറച്ച് ശരിക്കും പാടിയില്ല. അപ്പൊ അതുകൊണ്ട് അവനൊരു മൈക്ക് കൊണ്ട് പാടുന്നു. ആരും എന്തൊന്നും എടുക്കാത്ത അതാ അത് എടുക്കാറുണ്ട്. ശരിക്കും ആക്ച്വലി ആ മൈലോ ഇല്ലായിരുന്നെങ്കിൽ ഗോൾഡൻ അടിച്ചാണ്. പക്ഷെ ഇത്രയും ഒരു കണ്ണു തട്ടാതിരിക്കുന്നേ. അപ്പൊ ഒരു മിസ്റ്റേക്ക് ആയ അത് ഓക്കെ അല്ലേ. ഓക്കെ, കണ്ണ് തട്ടാതിരിക്കാൻ. ആ മക്കളെ എന്തോ സർ 9.8. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക സെയിം 9.8. താങ്ക് യു സർ.
ടോട്ടൽ 19.6. മെബു ഹൈയസ്റ്റ് സ്കോർ അല്ലേ? ഹയസ്റ്റ് ആയിരിക്കും. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ആർക്കായിരുന്നു ഹയസ്റ്റ് അടിച്ചത്? പാർവണ. പക്ഷെ വേറൊരു കാര്യമുണ്ട് മെബു, പാർവണയുടെ സഹായം ഉണ്ടായിരുന്നു. അതെ അതെ. കേട്ടോ? അത് നമ്മൾ മറക്കാൻ പാടില്ല. മക്കൾ ഒരിക്കലും അത് മറക്കരുത്. നിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, നീയും അസലായിരുന്നു കേട്ടോ. നീ തന്നെ. ആ കാരണം ആ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് എളുപ്പമല്ല അത് പാടാൻ. അത് ഗംഭീരമായിട്ട് പാടി. അതുപോലെ ഓർക്കസ്ട്ര Yes. എല്ലാവരും തൂത്ത് വാരി അങ്ങ് ഒരു നിവർത്തില്ല. ഒരു നിവൃത്തി. Okay, മെബു. All the best. താങ്ക് യു. Ni pa maga